അപ്പോൾ സാർ ഒരു ആളെ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ കൂടെ കൂട്ടാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക? ഞാൻ സാധാരണ സ്റ്റാഫിന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിലെ പാഷൻ. അപ്പോൾ ഈ പാഷൻ അവർക്ക് എന്താണെന്ന് നോക്കിയിട്ട് തന്നെ അതിലേക്ക് അവരെ മാറ്റും. കാരണം ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ജോബ് ചെയ്യുന്നതിനോട് പക്ഷെ അവർക്ക് അല്ലേ, അപ്പോൾ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർ പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അവർക്ക് ഉണ്ടാവും. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടെന്നവരാണത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ മൂന്നാക്കിയിട്ട് തരം തിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് എംപ്ലോയിയാണ്. അപ്പോൾ ഈ എംപ്ലോയി അവൻ്റെ സമയവും എനർജിയും കൊടുക്കുമ്പോൾ അവന് കിട്ടുന്നൊരു ഇൻകം. ഓക്കെ, അത് കഴിഞ്ഞ് എംപ്ലോയിയുടെ മുകളിലത്തെ സ്റ്റെപ്പാണ് ഓണ്ടർപ്രണർ. ഇവൻ്റെ കയ്യിൽ പൈസയും സ്കില്ലും ഉണ്ടെങ്കിൽ കിട്ടുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് ലിവറേജ്. അങ്ങനെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലോ പിന്നെ അതിൻ്റെ മുകളിലത്തെ സ്റ്റെപ്പ് ഇൻവെസ്റ്ററാണ്. അപ്പോൾ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന സാധനമാണ് ഫ്രീഡം. അപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടത് ഫ്രീഡമാണ്. ഈ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിചാരം എന്താണെന്നറിയോ, 1947 ഫ്രീഡം കിട്ടി എന്നുള്ളതാണ്. എന്ത് ഫ്രീഡം കിട്ടിയിട്ടുള്ളത് അല്ലേ? ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റണ്ടേ? ഇപ്പം എന്ത് ഫ്രീഡം ഉള്ള നമുക്ക്? അപ്പോൾ ഈ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു എംപ്ലോയി ആയിട്ട് ഇരുന്നു കൊണ്ട് അവനക്ക് ലക്ഷ്യബോധ്യം ഉണ്ടാക്കി കൊടുത്തൊരു ഓണ്ടർപ്രണറാക്കി മാറ്റാം അല്ലെ. പൈസ സേവ് ചെയ്യേണ്ട അതിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവണം, പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ബിസിനസ്? എന്തിനാണ് ആൾക്കാർ ബിസിനസ് ചെയ്യണത്? അറിയോ എന്താണെന്നുള്ളത്? ഇല്ല. ബിസിനസ് ചെയ്യണത് ടു ജനറേറ്റ് ക്യാഷ് മോർ ഫാസ്റ്റ്, അതായത് കൂടുതൽ പണം പെട്ടെന്ന് ഉണ്ടാക്കണ ബിസിനസ് ചെയ്യണം. പക്ഷെ അതെല്ലാവർക്കും പറ്റില്ല. അപ്പം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇവയ്ക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണം, പെട്ടെന്ന് ഇങ്ങോട്ട് പോര്, ഞങ്ങൾ പണി പറഞ്ഞുതരാം. അപ്പോൾ പറയും ബിസിനസ് ചെയ്യണമെങ്കിൽ പൈസ വേണ്ട, സ്കില്ല് വേണ്ട. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ പാഷൻ എന്താണ്? അപ്പോൾ അതറിഞ്ഞുകൊണ്ട് നിങ്ങളെ കഴിവുള്ള വ്യക്തികളാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഒരു പൈസയും എങ്ങനെ മാനേജ് ചെയ്യണം. ഇപ്പം എൻ്റെ കമ്പനിയിൽ തന്നെ ഒരുപാട് 60 ഏജ് കഴിഞ്ഞവരുണ്ട്. ഇവരൊക്കെ എന്ന് വെച്ചാൽ ലൈഫിൽ കംപ്ലീറ്റ് തീർന്നു എന്ന് വിചാരിച്ചിരുന്നവരാ. ഇങ്ങനെ എസ്പെഷ്യൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് എംപ്ലോയീസാണ് എൻ്റെ കമ്പനി പ്രവർത്തിക്കുന്നവർ. ഇവരൊക്കെ ശരിക്കും ഇവരെ കട്ടമടം മടക്കി ഇനി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നിരാശരായിട്ടിരിക്കാം. ഇവരൊക്കെ പൊക്കെടുത്ത് കൊണ്ടുവന്നേക്കാം. ഇപ്പോൾ ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കണമെന്നറിയോ, ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്പാൻ പറയുന്നുണ്ട് ഒരു ശരാശരി മനുഷ്യൻ്റെ മരണനിരക്ക്. ഇത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് 1924 ഒരു മനുഷ്യൻ്റെ ശരാശരി മരണനിരക്ക് 30-35 വയസ്സായിരുന്നു. കാരണം അന്ന് ശിശുമരണനിരക്ക് കൂടുതലായിരുന്നു. പിന്നെ അന്ന് ക്യാൻസർ, പിന്നെ മറ്റേ ക്രിട്ടിക്കൽ ഇൽനെസ്സിനൊന്നും മരുന്നുണ്ടായിരുന്നില്ല, പിന്നെ പകർച്ചവ്യാധികൾക്ക് മരുന്നുണ്ടായിരുന്നില്ല. ഇന്നത് 2024 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് ഓൾറെഡി 86 വയസ്സിലേക്ക് എത്തി. ഇനി 2030 കൂടി ഇതാവാൻ പോണത് 95 വയസ്സിലേക്കാണ്. അപ്പോൾ അതായത് ഒരു ശരാശരി മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന വർഷം 95 ശരാശരി പറയണത്. പക്ഷേ ഇതേപോലുള്ള ഗവൺമെൻറ് എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർ 56 റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം? കാരണം ചെറിയ പെൻഷനോട് ജീവിച്ചു പോകണം. അപ്പോൾ ഇവർക്കൊക്കെ ഞങ്ങളുടെ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളുടെ കമ്പനിക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഉള്ള പൈസ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ അവർ വീണ്ടും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം. കാരണം നിങ്ങൾക്കറിയില്ല, ഗവൺമെൻറ് എംപ്ലോയീസ് ഒന്നും ഒരിക്കലും ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇവരെ കൺവിൻസ് ചെയ്ത് നമ്മൾ അവർക്ക് പുതിയൊരു ലക്ഷ്യം, നിങ്ങളുടെ ലൈഫ് കഴിഞ്ഞിട്ടില്ല, ഇനി 35 കൊല്ലം മുന്നോട്ട് പോകാനുണ്ട്, ഈ ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വരെ ചിലപ്പോൾ പറഞ്ഞ ഒരു ടേമാണ് കൺവിൻസ് ചെയ്യുക. അതൊരു ബിസിനസ്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൺവിൻസ് ചെയ്തെടുക്കുക. സാറിനെ സംബന്ധിച്ച് ഒരു ചില കീ ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ഇത് കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്യുന്ന രീതി, അതിൽ എന്തായിരിക്കും ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടേം കൺവിൻസ് ചെയ്തെടുക്കുന്ന ഒരാൾ? അതായത് ശരാശരി മനുഷ്യരെ പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് പെട്ടെന്ന് ക്യാച്ച് ആവില്ല. അപ്പോൾ അതിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പറഞ്ഞു തരും, മോനെ പഠിച്ച് നല്ലോണം പഠിക്കട്ടാന്ന് പറഞ്ഞിരുന്നു. അന്ന് നല്ലോണം പഠിച്ചിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ GSTയുടെ കണക്കുണ്ടായിരുന്നു. 1 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് GST, അതിൽ ഗവൺമെൻറ് എംപ്ലോയീസിൽ 11% ഉള്ളൂ. ബാക്കിയൊക്കെ ബിലോ 1 lakh റുപ്പീസാണ്. ഈ 1 ലക്ഷം രൂപ കിട്ടിയിട്ട് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ 1940 കാലഘട്ടങ്ങളിൽ ഒരു ഫാമിലിക്ക് ജീവിക്കാനായിട്ട് വെറും 10 രൂപ മതിയായിരുന്നു. ഇത് കാലം കൂടിക്കൊണ്ടിരിക്കലേ തന്നെ ഇന്നത് വന്നെത്തി നിൽക്കുന്നത് 30,000 40,000. ഇത് 2040 കൂടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപ ഒരു സാധാരണ ഫാമിലിക്കൂടെ ജീവിക്കാൻ വേണം. അപ്പൊ ഇപ്പൊ നോർമലി എനിക്ക് തോന്നുന്നു 15,000 20,000 25,000 ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ ധാരണ ഇത് ഭയങ്കര സംഭവമാണ്, ആ ഒരു ധാരണയെല്ലാം മുന്നോട്ട് പോണത് അല്ലെ. അപ്പൊ ഇവരെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കണത്, ഇത് കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള ദൈവം അതിനുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. ഇപ്പം ചിലർ പറയും ദൈവം നീതിമാനല്ല എന്ന് പറയും.
പക്ഷേ എൻ്റെ ഉത്തരം എന്താ പറയുക, ദൈവം നീതിമാനാണ്. കാരണം താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പാതിയിരിക്കണം അല്ലേ, ഈ പാതി ദൈവത്തിൻ്റെ പാതി. കാരണം നിങ്ങൾ കാണാനുള്ള ശക്തി കണ്ണ് തന്നിട്ടുണ്ട് അല്ലേ, ചെവി തന്നിട്ടുണ്ട്, കൈകാലുകൾ തന്നിട്ടുണ്ട് അല്ലേ, ഗ്ലാമറുള്ള ഫേസും കിട്ടിയിട്ടുണ്ട്. ഇനി ദൈവം എന്താ ചെയ്തേണ്ടേ? പിന്നെയാണ് മനുഷ്യന്മാരും മൃഗങ്ങളിൽ വ്യത്യസ്തമായ ബുദ്ധി തന്നിട്ടുണ്ടെന്നേ. ഇത് ഉപയോഗിച്ചിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കണം. അതായത് ഇനി മുന്നോട്ടുള്ള നിങ്ങളെ പോക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ്. അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ ശരാശരി മനുഷ്യൻ 56 വയസ്സിൽ പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ 60 മുതൽ, അതായത് ഒരു 4 കൊല്ലം കൂടെ ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് പൊക്കോളും. ഈ 60 വയസ്സ് മുതൽ 95 വയസ്സിൽ 35 കൊല്ലമുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ആരാ നോക്കണേ? അപ്പോൾ അത് റിവേഴ്സ് വരാം. അതായത് നമ്മൾ ജനിച്ചിട്ട് 25 വയസ്സ് വരെ, ഇപ്പോൾ ഒരു 25 വയസ്സ് അല്ലേ, ഈ 25 വയസ്സ് വരെ ആരാ നോക്കിയത്? പേരൻസ് ആണ് അല്ലേ. ഇപ്പോൾ ജോലിയൊക്കെ ആയി. ഇനി 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ നമ്മൾ തന്നെ ജോലി എടുത്ത് നമ്മൾ നോക്കും. അതിൻ്റെ ഇടയിൽ വിവാഹം, കുട്ടികൾ, അവരെ പഠനം, അതൊക്കെ നമ്മൾ ടോട്ടൽ എൻഗേജ്ഡാണ് 60 വയസ്സിൽ അല്ലേ. 60 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യമില്ല, വരുമാനമില്ല, അസുഖങ്ങൾക്കൊരു കുറവില്ല. പക്ഷെ ഇവിടെയാണ് യഥാർത്ഥ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 60 നിന്ന് 95 35 കൊല്ലം, 25 നിന്ന് 60 35 കൊല്ലം കുഴപ്പമില്ല, നമ്മൾ പൈസ ഉണ്ടാക്കാൻ ഓടണം. ഈ 35 കൊല്ലം നമ്മൾ അധ്വാനിച്ചുകൊണ്ട് അടുത്ത 35 കൊല്ലം ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കി വെക്കണം. ഇവിടെയാണ് മിക്ക ആളുകൾക്കും തോറ്റു പോണത്. ഈ 35 കൊല്ലം ഓട്ടണം എന്താണെന്ന് അറിയില്ല അല്ലേ. എന്താ പറയുക, പട്ടിയൊട്ട് ഓട്ടം നിർത്തിയില്ല, അന്ന് ഓർഡർ എന്തിനാണെന്ന് അറിയില്ല. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളതിന് ഇവർക്ക് ഒരു ഒറ്റ പഴഞ്ചൊല്ലാണ് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഇത് സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് പറയുന്ന മീനിങ് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, ഈ ഒരു സാധനത്തിൽ എടുത്തു ഞങ്ങൾ. എന്നിട്ടെന്ന് വെച്ചാൽ സമ്പത്ത് കാലത്ത് തൈ 20 വെച്ചാൽ ആരോഗ്യമില്ലാത്ത സമയത്ത് 5 കോടി വാങ്ങി പാർട്ട്ണറോടൊപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്ന പുതിയൊരാശയം. കാരണം 60 നിന്ന് 95 35 കൊല്ലം, ഈ 35 കൊല്ലമാണ് ജീവിക്കാനുള്ളത്. മറ്റേ നമ്മൾ ഫുള്ള് എൻഗേജ്ഡാണ്. ആദ്യത്തെ 25 പഠിക്കാൻ ഉപയോഗിച്ചു, പിന്നത്തെ 25 ജോലി, ജീവിതം, കുടുംബമൊക്കെ ആയിട്ട് പോയി. ഇനിയുള്ള 35 കൊല്ലാണ് ദ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ആ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്ന, അവരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ കൊടുക്കുന്നൊരു ഒരു ചെറിയൊരു പഴഞ്ചൊല്ല്, പച്ചമുള്ളൊരു പഴഞ്ചൊല്ല് അല്ലേ. കാരണം ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ആവുന്നത് പറയുമ്പോൾ തന്നെ